ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചില്ലി പൂരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, ചില്ലി പൊറോട്ട പോലെ. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 പൂരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പകുതി ക്യാപ്സിക്കം വേണം, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ സവാളയാണ്, മീഡിയം സൈസ്. പിന്നെ 3 പച്ചമുളക് 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ഇവിടെ ഓരോ ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസും ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ വേണം. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പൂരി ഒന്ന് വറുത്തെടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കവും പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യാനുസരണം നോക്കി ചേർത്താൽ മതി. പൂരിയിൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ എന്തായാലും ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചില്ലി സോസും, ഇത് ഗ്രീൻ ചില്ലി സോസാണ്, അതും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പൂരി ഒന്ന് നമ്മൾ വറുത്തെടുത്തത് അതിനൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്ക് എന്ന് പറയാം, നമുക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി പൂരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.